നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഒരു പതിറ്റാണ്ട് മുൻപ് നിരവധി മലയാള സീരിയലുകളിൽ വ്യത്യസ്തമായ വേഷങ്ങളിൽ അഭിനയിച്ച നടിയാണ് ശോഭാ ശങ്കർ. മലയാളികൾ ഇപ്പോഴും ഈ നടിയെ മറക്കാനിടയില്ല. ഇടയ്ക്ക് വെച്ച് സ്ക്രീനിൽ നിന്ന് അപ്രത്യക്ഷയായ താരത്തിന്റെ അവസ്ഥ ഇന്ന് വളരെ ദയനീയമാണ്. ജീവിത പരാധീനതകളാണ് വീണ്ടും ശോഭയെ മലയാളികളുടെ മുന്നിൽ എത്തിക്കുന്നത്. 2012 തിരുവനന്തപുരം സ്വദേശിയായ ശങ്കറിനെയാണ് ശോഭ വിവാഹം കഴിച്ചത്. എന്നാൽ വിവാഹത്തിന് മുൻപേ വാഹനാപകടത്തെ തുടർന്ന് തലച്ചോറിനേറ്റ പരിക്കുകളുടെ പിടിയിലായിരുന്നു ശങ്കർ. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇരുവർക്കും ഒരു ആൺകുട്ടി ജനിക്കുന്നത്. മകൻ സൂര്യ ഓട്ടിസം ബാധിതനുമാണ്. ഇതിനിടയിൽ ശങ്കർ നടത്തി വന്നിരുന്ന പ്ലംബിംഗ് ബിസിനസ്സും തകർന്നു. ഇതോടെ ഭർത്താവിനെയും കുട്ടിയെയും പരിചരിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകളെ തുടർന്ന് ശോഭയ്ക്ക് അഭിനയവും ഉപേക്ഷിക്കേണ്ടി വന്നു. അതോടെ ജീവിക്കാനുള്ള എല്ലാ മാർഗവും ഈ കുടുംബത്തിന് മുന്നിൽ അവസാനിക്കുകയായിരുന്നു. വാടക വീട്ടിൽ നിന്നും വാടക കൃത്യമായി നൽകാൻ സാധിക്കാത്തതോടെ ഒഴിഞ്ഞുകൊടുക്കണം എന്ന് വീട്ടുടമ നൽകിയ പരാതിയിന്മേൽ കോടതി ഉത്തരവ് കൂടി വന്നതോടെ തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യമാണ്. ഇവിടെ രണ്ടുപേരെയും കൊണ്ട് ഞാൻ വല്ലാത്ത ഒരു അവസ്ഥയിലാണ്. നോർമലായ ഒരു കുഞ്ഞായിരുന്നുവെങ്കിൽ എവിടെയെങ്കിലും ഇരുത്തിയിട്ട് എനിക്ക് ജോലിക്ക് പോകാമായിരുന്നു. എനിക്കിപ്പോൾ അത് പറ്റില്ല. ഞാൻ റോഡിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണ്. എന്നെ സഹായിക്കണം. എനിക്കിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വയ്യ. വേറൊരു ആഗ്രഹവും ഇല്ല എനിക്ക് എവിടെയെങ്കിലും ഒന്ന് നിൽക്കാൻ ഒരു ഇടം വേണം. ഒരു വാടക വീട് എടുത്താൽ അതിന് വാടക കൊടുക്കാൻ എനിക്ക് നിവൃത്തിയില്ല. എന്ത് കണ്ടുകൊണ്ടാണ് ഞാൻ വാടക കൊടുക്കുന്നത്? നിങ്ങളോട് എന്ത് പറയണം എന്ന് എനിക്കറിയില്ല. എനിക്ക് എന്റെ മകന് തെറാപ്പി കൊടുക്കണം. അവന് ബ്രെയിൻ വളർച്ചയുടെ കഷ്ടമുണ്ട്. അതിനാണ് തെറാപ്പി കൊടുക്കുന്നത്. അതെനിക്ക് സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നും ശോഭ പറയുന്നു. തിങ്കളാഴ്ചയ്ക്കുള്ളിൽ വീട് ഒഴിഞ്ഞു കൊടുക്കണം എന്നാണ് ഉത്തരവ്. വീട് വിട്ടിറങ്ങിയാൽ ശോഭയും കുടുംബവും എവിടേക്ക് പോകണം എന്നറിയാതെ വലയുകയാണ്. മകന്റെയും ഭർത്താവിന്റെയും ചികിത്സയ്ക്കായി മാത്രം മാസം 7,000 രൂപ ശോഭയ്ക്ക് വേണം. അതിനുള്ള സഹായം തേടുകയാണ് ശോഭയും കുടുംബവും. ഇതിനായി സഹായഹസ്തങ്ങൾ തേടുകയാണ് ഒരു കാലത്ത് മലയാളികളുടെ സ്വീകരണ മുറികളിൽ നിറഞ്ഞു നിന്നിരുന്ന താരം. റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരാണ് അഭിപ്രായം രേഖപ്പെടുത്തി എത്തിയിരിക്കുന്നത്. എത്ര നല്ല സ്ത്രീയാണിവർ! വേണമെങ്കിൽ രോഗിയായ ഭർത്താവിനെയും മകനെയും വഴിയിൽ ഉപേക്ഷിച്ച് സ്വന്തം സുഖം നോക്കി അവർക്ക് പോകാമായിരുന്നു. സിനിമയിലും സീരിയലിലും ഒരുപാട് അവസരങ്ങൾ അവരെ തേടി വരുമായിരുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായി സ്വന്തം കുടുംബത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ശോഭ ചേച്ചിക്ക് ഒരു ബിഗ് സല്യൂട്ട്. സിനിമാക്കാർ സഹായിക്കില്ലേ, സീരിയലുകാർ സഹായിക്കില്ലേ, പൈസയുള്ളവർ സഹായിക്കില്ലേ എന്ന് നമ്മൾ ആലോചിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ആരെങ്കിലും സഹായിക്കട്ടെ എന്നല്ല, നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുമോ എന്നല്ലേ നോക്കേണ്ടത്. ഒരുപാട് പണം സമ്പാദിച്ചു കഴിഞ്ഞ് ഒരാളെ സഹായിക്കാം എന്ന് കരുതിയാൽ നടക്കില്ല. നമ്മളെ കൊണ്ടാവുന്നത് ചെയ്യാൻ ശ്രമിക്കാം. ദൈവം വേഗം സുഖം നൽകട്ടെ. ഞാനും ഒരു രോഗം കൊണ്ട് ബുദ്ധിമുട്ടിലാണ്. ഇത് കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞു. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം രോഗങ്ങളില്ലാതെ ഉള്ള ജീവിതം തന്നെയാണ്. രോഗങ്ങൾ വന്നാൽ എല്ലാം തീർന്നു, മനസ്സമാധാനം പോയി കിട്ടും. എന്തായാലും ചേച്ചിയുടെ കുടുംബത്തിന്റെ ബുദ്ധിമുട്ട് ദൈവം വേഗം മാറ്റി കൊടുക്കട്ടെ എന്നും പലരും പറയുന്നു. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.